കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തുറന്നു പറഞ്ഞോട്ടെ. സത്യമോ അസത്യമോ കേൾക്കാനേ ഈ സത്യഭാമി ഉണ്ടാവണമെന്നില്ല. ഞാനിതിൽ ഒപ്പിടില്ലമ്മേ. കാരണം എന്റെ ഭാര്യയെ എനിക്ക് വിശ്വാസമാണ്. എനിക്ക് ഡിവോഴ്സിന്റെ ആവശ്യമില്ല. എന്ന് വെച്ചാ അമ്മയെ നിനക്ക് വിശ്വാസമില്ലെന്നല്ലേ? അങ്ങനെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞതിലില്ലമ്മേ. വേറെന്താ എന്റെ വിഷ്ണുവേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം? നീതിയും ന്യായവും ധർമ്മവും ഇഴകീറി പരിശോധിക്കുന്നവളായി ഈ സത്യഭാമ. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാ സത്യഭാമയുടെ വാക്ക് നാട്ടുകാരനുസരിക്കുന്നത്. ആ വാക്ക് എന്റെ മകൻ അനുസരിക്കുമെന്ന് എനിക്കറിയേണ്ടത്. വേണ്ട, എന്റെ മകന്റെ നാവിൽ നിന്ന് നേരിട്ട് എനിക്കത് കേൾക്കണം. ഇവന്റെ അവസാന തീരുമാനം പറ. എന്താ നിന്റെ തീരുമാനം? ഈ ഒരു കാര്യത്തില് എനിക്ക് എന്റെ അമ്മയെ അനുസരിക്കാതിരിക്കേണ്ടി വരും. എന്നാ എനിക്കുണ്ടൊരു തീരുമാനം. അമ്മ എന്താ ഇത്? അടുക്കരുതാരും. നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യം സ്വന്തം വീട്ടിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനായിട്ട് ഈ സത്യഭാമിനി ബാക്കി ഉണ്ടാവില്ലടാ. വേണ്ടമ്മ, ഞാനല്ല പറയുന്നത്. വേണ്ട. നീ ഒപ്പിടുന്നോ ഇല്ലയോ? നീ ഒപ്പിടുന്നോ ഇല്ലയോ? Three. 2. 1. ഇപ്പൊ നിനക്ക് എന്നെ തടയാവൂടാ. പക്ഷേ എപ്പോഴും നിനക്കതിനായെന്ന് വരില്ലടാ. വിശ്വസിക്കുന്ന സകല ദൈവങ്ങളെയും സാക്ഷിയാക്കി ഞാൻ പറയാ, എന്റെ മകൻ എന്റെ വാക്കനുസരിക്കാത്ത പക്ഷം നാളത്തെ സൂര്യോദയം കാണാൻ ഈ സത്യഭാമ ഉണ്ടാവില്ലടാ. ഈ സത്യഭാമ ഉണ്ടാവില്ല. നീ നോക്കിക്കോടാ. അമ്മ, ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ? ഇതിൽ ഒപ്പിടണം അല്ലേ? വക്കീലേ, എവിടെ ഒപ്പിടണ്ട പറ. വിടറി, ഒപ്പിട്ട് കൊടുത്തേക്കാം. എവിടെ വക്കീലേ, എവിടെ ഒപ്പിടേണ്ടത് പറ. ഇവിടെ
അകൽച്ച കാണിച്ചിട്ടുണ്ട്. ദേഷ്യവും പരിഭവവും ഒക്കെ. എങ്കിലും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ ചതച്ചിട്ടില്ല ഞാൻ. മതിയോ? പെൺകുട്ടിയെ കൊണ്ടുകൂടി ഒന്ന് സൈൻ ചെയ്യിക്കണേ. മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും. പെൺകുട്ടിയെ കൊണ്ടുകൂടി ഒന്ന് സൈൻ ചെയ്യിക്കണേ. മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി സാർ. വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ശരിയേ, മര്യാദയ്ക്ക് എന്റെ കൂടെ വരാനാ പറഞ്ഞത്. എന്നാ ശ്യാമി ശാലിയും കൂടെ കൂട്ടിക്കോ. നമുക്ക് എല്ലാവർക്കും കൂടി രാജീവ് സാറിന്റെ വീട്ടിൽ പോയെന്ന് താമസിക്കാം. ഞാൻ ഇറങ്ങി കഴിഞ്ഞ പിന്നെ തല ചായ്ക്കാൻ ഒരു ഇടയില്ലല്ലോ. ഭാരിച്ച കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ശാരികേച്ചി ഇപ്പൊ രാജീവ് സാറിന്റെ വീട്ടിലേക്ക് പോണോന്നൊന്നും ഞാൻ പറയില്ല. ഡീ, എന്താടി നീ പറഞ്ഞു കൊടുക്കുന്നേ? അമ്മേ വിടടി. എന്താ പറഞ്ഞു കൊടുക്കുന്നേന്ന് നിനക്ക് പറഞ്ഞ മനസ്സിലാവൂലേ? നമുക്ക് മൂന്നാൾക്കും ഇവിടെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് നിൽക്കാൻ ഒരു തടസ്സവുമില്ല. കല്യാണമൊക്കെ കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോയെങ്കിലും അത് തന്നെ എന്റെയും സന്തോഷം. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒഴുക്ക. ആ ഒഴുക്ക് നമ്മളെ പലയിടത്തും കൊണ്ടെത്തിക്കും. ഇതിപ്പോ ഞാൻ വിഷ്ണുവേട്ടന്റെ വീട്ടിലും ശാരികേച്ചി രാജീവ് സാറിന്റെ വീട്ടിലും എത്തുമെന്ന് കുറച്ചു നാൾ മുമ്പ് നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല. അതിനിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അമ്മ ചെയ്തത് തെറ്റാണോ ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാവുന്ന നമ്മള്
ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിക്കൊടുക്കുമ്പോ ഒപ്പം 3 പെൺകുട്ടികൾ വേണോ അതോ 2 മതിയൊന്ന് ശാരികേച്ചി തീരുമാനിക്കണം. ആരുമില്ലാത്തവരാ നമ്മള്. ചെന്ന് കയറാൻ ഒരിടമില്ലാത്തവര്. സത്യാമ്മയുടെ വീട്ടിലേക്ക് തിരികെ ചെന്ന് കയറാൻ പറ്റുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. എന്തായാലും ഞാൻ അമ്മയുടെ ഒപ്പം ഉണ്ടാവും. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ സമയത്ത് വന്നെത്താനുള്ള ഒരു അഭയസ്ഥാനോ രാജീവ് സാറിന്റെ വീട്. ശാരികേച്ചി രാജീവ് സാറിന്റെ ഭാര്യയായിട്ട് അവിടെ ഉണ്ടെങ്കിൽ മരുമകളുടെ വീട്ടില് അതിഥികളായി കഴിയാം. ശാരദാമ്മയ്ക്കും മക്കൾക്കും. അല്ലെങ്കിൽ 30 പവനും കെട്ടിപ്പിടിച്ച് തെരുവിലിറങ്ങും. മോളെ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. നമ്മൾ എന്തെല്ലാം നിയമം പറഞ്ഞാലും ഈ വീടും സ്ഥലമൊക്കെ അച്ഛന്റെ പേരില്. നമുക്ക് വേണ്ടി പരസ്യമായിട്ടൊന്നും ചെയ്യാൻ അച്ഛനെ പറ്റില്ല. അങ്ങനെ ചെയ്ത അച്ഛനെ അവിടെ നിന്ന് അടിച്ചിറക്കും രാജേശ്വരി. ഇനി നമ്മൾ അതും കൂടി കാണണോ? മോളെ, നമുക്ക് ഇവിടെ നിന്നൊരു വാടക വീടെടുത്ത് അതൊക്കെ ആകാമല്ലോ. ഇനി 30 പവൻ ഇല്ലെങ്കിലും അതിനുള്ള പണമൊക്കെ കണ്ടെത്താൻ പറ്റും. ആ സമയത്ത് ശാരികേച്ചി രാജീവ് സാറിന്റെ ഒപ്പം ജീവിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്കൊരാശ്വാസം. ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ എന്തിനു വേണ്ടിയ ശാരികേച്ചി? നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയല്ല ഞാൻ. എന്താ മോളെ ഇത്? ശാരികേച്ചി ഇപ്പോ അമ്മയുടെ കൂടെ ഇറങ്ങ. മോളെ, ഒന്നും പറയണ്ട. അമ്മേ വാ. മോളെ, നീ ബാഗ് എടുക്ക. വാ.
ഞാനല്ലേ പറയുന്നത്. കേറ്. മോളെ ഞാൻ നോക്ക്, ഈ കണ്ണുകള് ഇനി നിറയരുത്. അതിനുവേണ്ടി ഞങ്ങളൊക്കെ ജീവിക്കുന്ന